2025 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് KNIRF പ്രകാരം കേരളത്തിലെ മികച്ച സർവകലാശാലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റാണ്. 2ാം സ്ഥാനം MG യൂണിവേഴ്സിറ്റി, 3ാം സ്ഥാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ 1ാം സ്ഥാനം കുസാറ്റ്, 2ാം സ്ഥാനം MG യൂണിവേഴ്സിറ്റി, 3ാം സ്ഥാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാണ്. മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്? കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരമാണ് മികച്ച എഞ്ചിനീയറിംഗ് കോളേജ്. മികച്ച മാനേജ്മെൻറ്റ് സ്ഥാപനമാണ് രാജഗിരി ബിസിനസ് സ്കൂൾ എറണാകുളം. എറണാകുളത്തെ രാജഗിരി ബിസിനസ് സ്കൂളാണ് മികച്ച മാനേജ്മെൻറ്റ് സ്ഥാപനം. മികച്ച നഴ്സിംഗ് കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം. മികച്ച മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ് കോഴിക്കോടാണ്. മികച്ച കാർഷിക കോളേജ് ഏതാണ്? വെള്ളായണി കാർഷിക കോളേജ്. അപ്പോൾ മികച്ച കാർഷിക കോളേജ് വെള്ളായണി കാർഷിക കോളേജ്, മികച്ച മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ് കോഴിക്കോട്, മികച്ച നഴ്സിംഗ് കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, രാജഗിരി ബിസിനസ് സ്കൂൾ എറണാകുളമാണ് മികച്ച മാനേജ്മെൻറ്റ് സ്ഥാപനം. പിന്നെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം സെറ്റാണ്, CET ആണ്. പിന്നെ മികച്ച സർവകലാശാല തിരഞ്ഞെടുക്കപ്പെട്ടത് 1ാം സ്ഥാനം കുസാറ്റ്, 2ാം സ്ഥാനം MG യൂണിവേഴ്സിറ്റി, 3ാം സ്ഥാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി അനന്ത് അംബാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി പുനരധിവാസ പരിപാലന കേന്ദ്രമാണ് വന്താര. വന്താര എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി പുനരധിവാസ പരിപാലന കേന്ദ്രമാണ് വന്താര. എവിടെയാണ്? ആരുടെ നേതൃത്വത്തിലാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി അനന്ത് അംബാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി പുനരധിവാസ പരിപാലന കേന്ദ്രമാണ് വന്താര. ഇന്ത്യയുമായി ദീർഘകാലത്തേക്ക് യുറേനിയം നൽകുന്നതിനായി കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് കാനഡ. കാനഡയാണ് ഇന്ത്യയുമായി ദീർഘകാലത്തേക്ക് യുറേനിയം നൽകുന്നതിൽ കരാറിൽ ഒപ്പിട്ട രാജ്യം. വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനത്തിൻ്റെ പേരാണ് ഗജാസ്ത്രം. ഗജാസ്ത്രം എന്താ? വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമാണ് ഗജാസ്ത്രം. വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വെക്കാൻ സാധിക്കുന്ന ഡ്രോൺ സംവിധാനമാണ് ഗജാസ്ത്രം. ഇന്ത്യൻ ഉപരാഷ്ട്രപതി തൃശ്ശൂരിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് ആസ്ഥാനമായ ഗരുഡ കമ്പനിയുടെ ഡ്രോണാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗജാസ്ത്രം എന്താണ്? വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമാണ് ഗജാസ്ത്രം. തമിഴ്നാട് ആസ്ഥാനമായ ഗരുഡ കമ്പനിയുടെ ഡ്രോണാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുന്ന ഡ്രോൺ സംവിധാനമാണ് ഇത്.